ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രേമമൊക്കെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണല്ലേ, നാളെ എന്താണ് സംഭവിക്കാൻ പോവുക. അതെ, നമ്മുടെ രേവതിയോട് സച്ചി ചെയ്തത് ഒരു കൊടും ക്രൂരത തന്നെയാണ്. കാരണം സച്ചി വിശ്വസിച്ചാണ് ആ പാതിരാത്രി രേവതി ആ ഒരു പാർട്ടിക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ സച്ചിക്ക് എല്ലാ ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു രേവതിനെ നോക്കാനുള്ളത്. സച്ചി കുറച്ച് ഓവറായി പോയി എന്നൊക്കെ നിങ്ങൾ കുറച്ച് പേര് കമൻസ് ഒക്കെ ചെയ്തു. ശരിയാണ്, സച്ചി കുറച്ചല്ല, കുറച്ച് ഏറെക്കുറെ കൂടുതലൊക്കെ ഓവറായിട്ടുണ്ട്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് സച്ചി ചെയ്തത്. ഭാര്യേനെ കൊണ്ടുപോയി ഒരിക്കലും കൂട്ടുകാരുടെ മുമ്പിൽ, ആ കൂട്ടുകാർ കുടിച്ചോട്ടെ, നമ്മുടെ സച്ചിക്ക് കുടിക്കണ്ടായിരുന്നു. പിന്നെ കഥയാണ്, കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ നടക്കാനുള്ളതാണല്ലോ. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണല്ലോ നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നത് അല്ലേ. അപ്പം നമുക്ക് ഏതായാലും നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ ആ കാഴ്ച കണ്ടിട്ട് കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടി വന്ന രേവതി പെട്ടെന്ന് അങ്ങോട്ട് സന്തോഷമൊക്കെ പോയി സങ്കടത്തിലായി തീരുകയാണ്. നോക്കിയപ്പോഴത്തേക്കും സച്ചിയുടെ കൂട്ടുകാരും കുടിച്ച് കൂത്താടി ലക്കും ലെവലും വെളിവും ഒന്നുമില്ലാതെ വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഒരു കാഴ്ച കണ്ടതേ രേവതി അവിടെ അമ്പരന്ന് നിന്നു. പിന്നെ നമ്മുടെ രേവതിനെ കണ്ട ഉടനെ, അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ? അത് സത്യം പറഞ്ഞ രേവതി, ഞാൻ മറന്നു പോയിട്ടോ. നീയൊന്നും കഴിച്ചില്ലല്ലോ, കഴിക്കാൻ നിൽക്കുമല്ലേ, ഇന്നാ കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു ബിരിയാണി പൊതി ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. രേവതി ആണെങ്കിൽ നിങ്ങൾ എന്ത് പേക്കൂത്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്താ നിനക്ക് പറ്റിയത്? അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇതിനാണോ എന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്? ദേ, ഇതൊക്കെ എത്രമാത്രം തെറ്റാണെന്നറിയാമോ? ഒരു പെണ്ണിനെ പാതിരാത്രി വിളിച്ചോണ്ട് വന്നിട്ട് കൂട്ടുകാരുടെ കൂടെ കുടിച്ച് കൂത്താടി നടക്കുന്നു. ഇതൊക്കെ ഒരു ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണോ? ഭർത്താവോ? ഏത് ഭർത്താവ്? നീ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത്? അതെ, കുറച്ച് മദ്യപിച്ചിട്ടുള്ളൂ ഞാൻ, കുറച്ച് മാത്രം. കുറച്ച് നേരം കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാർട്ടി അങ്ങോട്ട് തീരും. ഇവന്മാരെ വിഷമിപ്പിച്ചിട്ട് എങ്ങനെയാണ് പോകുന്നത് രേവതി? അതുകൊണ്ട് ഇവന്മാരെ വിഷമിക്കാതെ ഇവന്മാരുടെ കൂടെ കൂടി, ഇതൊക്കെയല്ലേ ഒരു രസം, എൻജോയ്മെൻറ്റ്. അതെ, നിങ്ങൾക്കിതൊരു എൻജോയ്മെൻ്റ് ഒക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് ഇത് അത്രയ്ക്ക് എൻജോയ്മെൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. എനിക്കിപ്പോൾ പോകണം. എവിടെ പോകണം? ഇപ്പം നിനക്ക് എവിടെയാണ് പോകേണ്ടത്? പറ, ഞാൻ കൊണ്ടുപോകാം. എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. വീട്ടിൽ പോകാൻ കുറച്ച് നേരം കൂടെ നീ വെയിറ്റ് ചെയ്യണം. കാരണം ദേ, ഇവന്മാരുടെ കൂടെ കൂടിയാ പിന്നെ ഞങ്ങൾ ഇങ്ങനെയാണെന്നേ, ഞങ്ങളെ ചങ്ക്സ്. അപ്പം പിന്നെ അതിൻ്റേതായ ഒരു ഇത് കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യുക, നീ ഈ ഇതൊക്കെ തിന്നിട്ട് മാറി അവിടെ നിൽക്കുക. ദേ, ഈ ലെഗ് പീസ് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലെഗ് പീസും എടുത്തുകൊണ്ട് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഏതാണ്ട് എന്താ പറയുക, നമ്മുടെ രേവതിനെ അങ്ങോട്ട് കളിയാക്കുന്ന പോലെയോ, രേവതിക്ക് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ രേവതി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ രേവതിക്ക്, പെട്ടുപോയ ഒരവസ്ഥ. ഒന്ന് ഓർത്ത് നോക്കണം, ഒരു പെണ്ണിൻ്റെ ഒരവസ്ഥയല്ലേ. ഇങ്ങനെയൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ ആയിരിക്കും അതിൻ്റെ ആ ഒരു വേദന അറിയത്തുള്ളൂ. ഭർത്താവ് സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഏതായാലും നമ്മുടെ രേവതി മാറി ഇതൊക്കെ കണ്ട് സഹിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഹൗസ് ഓണർ വരുന്നത്. ഹൗസ് ഓണർ വന്നപ്പോഴത്തേക്കും ഇവിടെ ദേ കുറേ വെട്ടവും വെളിച്ചവും. അപ്പം പെട്ടെന്ന് ഹൗസ് ഓണർ വന്നിട്ട് എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അവിടുത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു, അതായത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചതാ. ചെറിയൊരു ആഘോഷം ഇപ്പം തീരും. ദേ, ഇവിടെ ഇതുപോലെ കുടിച്ച് കൂത്താടാനോ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരാനോ ഒന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ ഇവിടെ റൂം തന്നത്. പിന്നെ എന്തിനാ താനിപ്പോൾ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ഈ വൃത്തികേട് കാണിക്കുന്നത്? അതും ഞങ്ങളില്ലാത്ത സമയം നോക്കി. ഇപ്പം ഇറങ്ങിക്കോ, ഇപ്പം എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങിക്കോണം. ഇനി ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുടിച്ച് കൂത്താടി കൂട്ടുകാരുമായിട്ട് കയറി വരുന്നവർക്കേ താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത് ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്ന, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി അങ്ങോട്ട്, ഈ പാതിരാത്രി എൻ്റെ കൂട്ടുകാരനെ നീ ഇറക്കി വിടുവോ? എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരുടെ മെക്കിട്ട് കയറാൻ ചെന്നപ്പം അവിടുത്തെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, വേണ്ടടാ പോട്ടെ, വിട്ടേക്കാം, നമുക്ക് ഈ കേസ് വിട്ടേക്കാം, പോട്ടറാന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു ലെവലും വെളിവും ഒന്നും ഇല്ലാതെയാണ് ഇവന്മാരെല്ലാവരും നിൽക്കുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് വേണം നമ്മുടെ രേവതി അവിടെ മാറി നിൽക്കുന്നത് ഈ ഹൗസ് ഓണർ കണ്ടത്. ഏതായാലും രേവതിയെ കണ്ട ഉടനെ, ഏതാടാ ഈ പെണ്ണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ, എൻ്റെ കൂട്ടുകാരൻ്റെ പെണ്ണുപിള്ളയാ, അതെ, ഇവൻ്റെ വൈഫാ. ഇവർക്ക് ഒരു ചെറിയൊരു പാർട്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ലേശം ഒന്ന് മദ്യപിച്ചു.
അപ്പോഴത്തേക്കും സത്യം പറയടാ, ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങളിവിടെ എന്തായിരുന്നു പരിപാടി എന്ന് ചോദിച്ചു. ഇത് കേട്ടത് നമ്മുടെ രേവതി അങ്ങോട്ട് ഉരുകിപ്പോയിട്ടോ, ഈയടാന്ന് ആയിപ്പോയി. രേവതി ഇച്ഛയെന്ന് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അവരെ വേറെ രീതിയിലാണ് പ്രതികരിക്കുന്നത്. സത്യമാണ്, 3-4 കള്ളുകുടിയന്മാരുടെ നടുക്കൊരു പെണ്ണ്, അവരെന്താ വിചാരിക്കുക? അവരെങ്ങനെ വിചാരിക്കും? ഹൗസ് ഓണർ അത്രയൊക്കെയല്ലേ അവർ വിചാരിക്കത്തുള്ളൂ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞു, ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയിപ്പോയി. അപ്പോഴത്തേക്കും ആ ഹൗസ് ഓണറിൻ്റെ വൈഫ് രേവതിയുടെ അടുത്ത് ചെന്നിട്ട്, നിനക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലടി, കുടിച്ചു കൂത്താടി നടക്കുന്നവന്മാരുടെ കൂടെ വന്ന് കൂടി ചേർന്ന്, ഇവളൊക്കെ അത്തരക്കാരായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവളും ഇതിൻ്റെ കൂടെ ചേർന്നത്. ഇനി ഇവളും മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോന്നേ ദൈവത്തിനറിയാന്ന് പറയുമ്പോൾ പെട്ടെന്ന് സച്ചി എന്നിട്ട് ദേ വൃത്തിയോട് പറഞ്ഞുണ്ടല്ലോ, ദേ ഇവള് എൻ്റെ ഭാര്യ, ഇവളെ ഞാനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അതെ, എൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. ഇവർ ഞങ്ങൾക്കൊരു ചെറിയ ട്രീറ്റ് തന്നതാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഇവർക്ക് ട്രീറ്റ് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ ട്രീറ്റ് തന്നു. എടാ, നിനക്കൊന്നും നാണമില്ലടാ, സ്വന്തം പെണ്ണും പിള്ളേനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെയുള്ള കൂത്ത് കാണിക്കാനെന്നൊക്കെ ചോദിച്ചു. ഏതായാലും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി ഒരു കാര്യം ചെയ്തു. അവിടെ നിന്ന് പോയി കേട്ടോ. രേവതിക്ക് ദേഷ്യം വന്നിട്ട് സച്ചിയോടൊന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് പോയി. കുറച്ച് നേരം കഴിഞ്ഞ് സച്ചി നോക്കിയപ്പോഴത്തേക്ക് രേവതിനെ കാണുന്നില്ല. സച്ചി അവൾ പോവാണേ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മട്ടിലാണുള്ളത്. ഏതായാലും വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ രേവതി അവിടെ അനുഭവിക്കുന്നത്. ഒരിക്കലും നമ്മുടെ രേവതി ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല സച്ചിയുടെ കൂടെ കൂടിയത്. എന്നാലും നമ്മുടെ സച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മളും ഒട്ടും പ്രതീക്ഷിച്ചില്ല. സന്തോഷത്തോടു കൂടി ആ ഒരു കേക്ക് മുറിക്കുന്ന സീനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു കേക്ക് പരസ്പരം വായി വെച്ച് കൊടുക്കുന്ന സീനൊക്കെ കണ്ടപ്പോൾ നമ്മളും ഒരുപാട് സന്തോഷിച്ചു. അവർ ഒന്നാകാൻ പോകുക എന്നൊക്കെ ഓർത്ത് നമുക്കും ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു പ്രേമോയൊക്കെ കണ്ടപ്പോഴത്തേക്കും. പക്ഷേ ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്, നമ്മുടെ സച്ചിയുടെ കയ്യിലിരിപ്പോൾ മഹാമോശമാണ്. സച്ചി ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിനെ ഒരിക്കലും നമ്മുടെ രേവതിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. സച്ചിയുടെ സ്വഭാവം മാറ്റിയില്ലേ മിക്കവാറും രേവതി തല്ലിക്കൊല്ലാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കഥയായതുകൊണ്ട് കഥയിൽ ചോദ്യമില്ല, നമുക്ക് കാണാം, ആസ്വദിക്കാം. അപ്പോൾ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞതേ അവിടെ ഗംഭീരമായിട്ട് അടുത്ത സീൻ നടന്നുകൊണ്ടിരിക്കുക, ശ്രുതിയും കൂടെ. അപ്പോൾ അവിടെ പല ഗെയിമൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പം അടുത്ത ഗെയിം എന്ന് പറയുന്നത്, അതായത് ഒരു ചോദ്യോത്തര മത്സരം നടന്നല്ലോ, അതിൽ നമ്മുടെ ശ്രുതിയാണ് വിജയിച്ചത്. അപ്പം അടുത്ത ഗെയിം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു കോളം. ആ കോളത്തിനകത്ത് നിന്ന് ആദ്യം ഡാൻസ് കളിക്കണം. അപ്പം ആദ്യം അങ്ങനെ ഡാൻസ് കളിക്കുകയാണ്, ഒരു പാട്ടിട്ട് കൊടുക്കുന്നു, ഡാൻസ് കളിക്കുന്നു. അപ്പം ആ കോളം ഏറ്റവും ലാസ്റ്റ് ചെറുതായി ഏറ്റവും ചെറിയ കോളത്തിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നതാണ് ആരാണോ അവരാണ് വിന്നർ. അങ്ങനെ ആദ്യം ഒരു പാട്ടിട്ട് കൊടുത്തു. ആ പാട്ടിന് നമ്മുടെ ശ്രുതിയും കൂടെ ചേർന്ന് ഒരു ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. പരസ്പരം കൈയൊക്കെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. അടുത്ത പാട്ടായപ്പോഴത്തേക്കും ആ ഒരു കോളം ചെറുതാക്കി. അപ്പോഴത്തേക്കും പിന്നെ ഒരു ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. അപ്പം അടുത്ത കോളം ചെറുതാക്കി, പിന്നെ ഒരു ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കോളം, ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന കോളം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വേണ്ട നമുക്ക് പരാജയം, നമുക്ക് തോൽവി സമ്മതിക്കാം, വേണ്ട, നമുക്ക് ഈ കളി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിനെ അങ്ങ് പിടിച്ചിട്ട് ആ കോളത്തിൽ നമ്മുടെ ശ്രുതിയോട് ചേർത്ത് നിർത്തി. എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു ചെറിയ കോളത്തിൽ നിന്ന് ഡാൻസ് കളിച്ച് ഫസ്റ്റ് പ്രൈസ് മേടിക്കുകയാണ് കേട്ടോ. അപ്പം അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ശ്രുതിക്കുമാണ്. പിന്നെ ബലൂൺ ഇങ്ങനെ ചങ്കിൽ വെച്ചിട്ട് ചങ്കിൻ്റെ ഇവിടെ വെച്ചിട്ട് ഞെക്കി പൊട്ടിക്കണ ഒരു ഇതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേണോ വേണ്ട എന്ന മട്ടിലാണുള്ളത്. പക്ഷേ കപ്പിൾസാണ്, എല്ലാവർക്കും ചെയ്തേ പറ്റൂ, ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതിനും ഏതായാലും മത്സരം തുടങ്ങി, മത്സരിച്ചു. ഫസ്റ്റ് തന്നെ അമുക്കി പൊട്ടിച്ച് നമ്മുടെ ശ്രുതിയും വിജയികളായി. അവിടെയും രണ്ടുപേരും അമുക്കി പൊട്ടിച്ച് രണ്ടുപേരും പരസ്പരം ചേർന്ന് ഇങ്ങനെ ഇടിച്ച് നിന്നു. ആ ഒരു ലവ് സീനും ചെറിയ രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിലല്ല, നല്ല വലിയ രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ അവരുടെ ആ ഒരു ഇത് അവിടെ തീരുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ അവരെ അവസാനിക്കുകയും അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ഒരുപാട് നന്ദി പറയുകയാണ്. ശ്രുതി ഏതായാലും ഇത്രയും നേരം വന്ന് പങ്കെടുത്തല്ലോ, ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പിരിയുകയാണ്. ഏതായാലും കൂടുതൽ രണ്ടുപേരും കൂടെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും കൂടെ കൂടുതൽ അങ്ങോട്ട് ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തു കേട്ടോ. ഇതേ സമയം നമ്മുടെ പുള്ളിക്കാരൻ സച്ചി ലെവലും ഇല്ലാതെ കയറി വരികയാണ്. കള്ളു കുടിച്ചു കൂത്താടി വരികയാണ് കേട്ടോ. കയറി വന്ന ഉടനെ രവീന്ദ്രൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. രവീന്ദ്രൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും തന്നെ ഇവനൊന്ന് പരിങ്ങിയിട്ട് അങ്ങ് മാറിപ്പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിൽക്കണം അവിടെയെന്ന് പറഞ്ഞു. നീ ഇത്ര നേരം എവിടെയാണെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ ഞാൻ സംസാരിക്കത്തൊന്നും ഇല്ലാത്തിട്ടോ നമ്മുടെ സച്ചിക്ക്, അതുപോലെ ലെവലും കെട്ടി നിൽക്കുക. അത് ഞാൻ കുറച്ച് കുടിച്ചു എൻ്റെ കൂട്ടുകാരുമായിട്ട്. നീ കൂട്ടുകാരുമായിട്ട് കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിൻ്റെ ഒപ്പം ഇവിടെ നിന്നൊരു പെണ്ണ് വന്നായിരുന്നല്ലോ, അവൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു.
അത് അവൾ പകുതിയായപ്പോൾ തിരിച്ചു പോന്നു. എങ്ങനെ തിരിച്ചു പോന്നു? ഈ പാതിരാത്രിയിൽ അവൾ എങ്ങനെ തിരിച്ചു പോന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. നീ എന്ത് പേക്കൂത്താടാ കാണിക്കുന്നത്? സ്വന്തം ഭാര്യേനെ കൊണ്ടുപോയി കൂട്ടുകാരുടെ മുമ്പിൽ കുടിച്ച് കൂത്താടുന്ന എടുത്ത് കൊണ്ടുപോയി നാണമില്ലേടാ നിനക്ക്? നീ എങ്ങനെയാടാ ഇങ്ങനെ തരം താഴ്ന്നു പോയത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, അച്ഛാ അത് പിന്നെ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു പോയതല്ല അച്ഛാ, പക്ഷേ അവരൊക്കെ കുടിക്കുന്ന കണ്ടപ്പം നീ ഒന്നും പറയണ്ട. ഇതിനെ എത്ര ന്യായീകരിച്ചാലും അതൊരു ന്യായീകരണം ആവില്ല. അതുകൊണ്ട് ഞാൻ പറയുക, സച്ചി നീ പോകുന്നത് അത് വല്ലാത്ത ചതിക്കുഴിയിലേക്കാണ്, അത് നീ സൂക്ഷിച്ചോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല അച്ഛൻ എന്താ പോയി കിടക്കാത്തത്? എങ്ങനെ കിടക്കും? ഒരു മകൻ ഇങ്ങനെ ഉണ്ടായിപ്പോയാൽ എങ്ങനെ സമാധാനം കിട്ടും? എനിക്ക് സമാധാനത്തിന് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ആ പെണ്ണിൻ്റെ കണ്ണീര് കാണുക എന്ന് പറഞ്ഞാലേ അതെനിക്ക് ഒരിക്കലും സഹിക്കാനാവില്ല. ഒരിക്കലും എനിക്ക് സഹിക്കാനാവില്ല രേവതിയുടെ കണ്ണീര് കാണുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം രേവതിയുടെ കണ്ണീര് കാണാൻ സഹിക്കത്തില്ല, എന്നെ വഴക്ക് പറയുന്നതിന് കുഴപ്പമില്ലെന്ന് ഇങ്ങനെ പുറവൂർത്തപ്പോഴത്തേക്ക് എന്താ നീ പറഞ്ഞത്? മര്യാദയ്ക്ക് ഈ ഒരു തവണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി 6 മണിക്ക് മുമ്പ് നീ വീട്ടിൽ കയറിക്കോണം. നിന്റെ കുടിച്ച് കൂത്താട്ടം നിർത്തിക്കോണം. ഇവിടെയും കൊണ്ട് അവസാനിപ്പിച്ചോണം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പതിയെ അങ്ങ് കയറി പോകുകയാണ് കേട്ടോ. ഏതായാലും രേവതി ഭയങ്കര ഉറക്കമാണ് ചെല്ലുമ്പം. നമ്മുടെ സച്ചി നോക്കുമ്പോഴത്തേക്ക് രേവതി ഉറങ്ങുന്നു. ലെക്ക് കിട്ടാണല്ലോ വന്നത്. അപ്പം പരവേശം എടുക്കുക, ദാഹിച്ചിട്ട് ജക്ക് തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല വെള്ളത്തിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നു. തുറന്ന് അങ്ങനെ കട്ടിച്ച് പിടിച്ചങ്ങ് തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. എന്നിട്ട് ഇങ്ങനെ വലിച്ചു തുറന്നതും ഇത് വലിച്ച ആ ഒരു ആഘാതത്തിൽ പോയി നമ്മുടെ രേവതിയുടെ പുറത്തേക്ക് വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ സച്ചിയും കൂടെ അങ്ങോട്ട് വീണു. രേവതി പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട്, നിങ്ങൾ എന്താ കാണിച്ചത്? എൻ്റെ മേത്ത് നിങ്ങൾ ഛർദ്ദിച്ചോന്ന് ചോദിച്ചു. ഛർദ്ദിച്ചൊന്നുമില്ല, ഇതേ ഞാൻ വെള്ളം എടുത്തപ്പം വെള്ളം തുറന്നു വന്നില്ല, അപ്പം വെള്ളം വീണതെന്ന് പറഞ്ഞു. നോണ പറയല്ലേ, ഇത് നിങ്ങൾ ഛർദ്ദിച്ചത് തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ ഒരു സീനൊക്കെയാണ്. ഇവിടം വരെ നാളെ എത്തുമെന്ന് അറിയില്ല. ഏതായാലും കാത്തിരുന്നതിനെ കാണാം നമുക്കല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ എല്ലാ എപ്പിസോഡും കാണുക. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ നമ്മുടെ പുതിയ ചാനലായ ചിന്നൂസ് വേൾഡിൽ ഇടുന്നുണ്ട് കേട്ടോ, മറക്കാതെ കാണുക. ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും അതുപോലെ തന്നെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒന്ന് നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.